അമ്മേ, ഞാൻ അമ്പലത്തിൽ പോവാണേ. തന്നെ പോകുന്നൊക്കെ കൊള്ളാം, വേഗം വന്നേക്കണം. പെണ്ണ് കാണാൻ വരുന്ന കൂട്ടർ ഇപ്പൊ വരും. ശരി മാതാശ്രീ, ഞാൻ വന്നേക്കാം. ആ പിന്നെ ഈ ഒരു മൂത്ത തലതെറിച്ച സന്താനത്തിനോട് എന്നെ ഒന്ന് വിളിക്കാൻ അമ്പലത്തിലേക്ക് വരാൻ പറയോ? ഡി അത് നിന്റെ ചേട്ടനാ, നീ അത് മറക്കണ്ട. ഒന്ന് പോയേ അമ്മേ, സംസാരിച്ചിരിക്കാൻ നേരമില്ല, ഞാൻ പോയിട്ട് വേഗം വരാം. ശരി, നീ എന്തെങ്കിലും കാണിക്കേ, ഞാൻ എന്തായാലും അവനെ പറഞ്ഞു വിട്ടേക്കാം. വേഗം വന്നേക്കണം. സുഖല്ലേ? परमसुखम तू मेरा कोई ना होके भी कुछ लागे कि यार जो भी तूने कैसे किया रे जिया को मेरे बांध ऐसे लिया रे समझ के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे तू मेरा कोई ना. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നിന്റെ ഈ സുഖമൊക്കെ കുറയുന്ന ലക്ഷണമാ കാണുന്നേ. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? നീ ഇങ്ങനെ ഏതോനോടൊന്നും പറയാതെ മനസ്സിലൊളിപ്പിച്ച് വെച്ചിരുന്നു. അവളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോണ ലക്ഷണമാണ് ഞാൻ കാണുന്നത്. ഇന്നൊരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അച്ഛന്റെ ഫ്രണ്ടിന് മോന. എന്നിട്ട് അവള് സമ്മതിച്ചോ? ആ സമ്മതിച്ചു. കാരണം അവൾക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരാൾ അവളെ സ്നേഹിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാ, അല്ലാതെ മറച്ചു പിടിക്കാനുള്ളതല്ല. എടാ, ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ എന്ന് നീ പറയണ്ട. കൈവിട്ട് പോയി കഴിഞ്ഞിട്ടിരുന്ന് മൂങ്ങിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. നിന്റെ സ്നേഹം സത്യമാണെന്ന് അറിയാവുന്നതുകൊണ്ടും നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടുമാണ് ഞാൻ ഇതിന് എതിരൊന്നും പറയാത്തത്. എടാ, അതെനിക്കറിയാം. ഞാൻ ലാസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഇനി നീ അവളുടെ അടുത്ത് നിന്റെ മനസ്സ് തുറന്നില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും. പിന്നെ അതോർത്ത് ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു, ഇനിയില്ല നിന്റെ ഇഷ്ടം. ഹലോ അമ്മേ. ആ പറഞ്ഞു. ആണോ? ഞാൻ പോയിക്കോളാം അമ്മേ. അളിയ, നിനക്ക് ദൈവമായിട്ടൊരവസരം നിന്നേക്കുന്നതാ. അവൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് അവളെ കാണുകയും ചെയ്യാം, മനസ്സ് തുറക്കുകയും ചെയ്യാം. ആണോ? അല്ല, അത് വേണോടാ? ഓ, നീ ഇവിടെ ഇരി, നിനക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. അവളെ ഏതെങ്കിലും നല്ല ചെക്കന്മാര് വന്ന് കെട്ടിക്കൊണ്ട് പോക്കോളും. നീ ഇങ്ങനെ മൂക്കിൽ പല്ലും വന്നിരിക്കും. ദുഷ്ട, അറം പറ്റുന്ന ആർത്തനങ്ങളൊന്നും പറയില്ലടാ. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലേ എനിക്ക് പട്ടു പിടിക്കും. ഇത് എവിടെയാ? എവിടെയായിരുന്നു പിന്നെ ഇത്ര നേരം? നിന്നോട് വേഗം വരണമെന്ന് പറഞ്ഞല്ലേ വിട്ടെ? അതമ്മ ലച്ചുവിനെ കണ്ട് സംസാരിച്ച് നിന്നുപോയി, സമയം പോയത് അറിഞ്ഞില്ല. ചെല്ല്, വേഗം പോയി റെഡി ആയിട്ട് വാ. നിന്റെ റൂമിൽ സാരി കൊണ്ട് വെച്ചിട്ടുണ്ട്, നീ അത് വേണം ഉടുക്കാൻ. ശരി. ആ, നിങ്ങൾ വന്നോ? കേറിയിരിക്കേ. അല്ല, മോളെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ, ഞാൻ ദേ ഇപ്പൊ വിളിക്കാം. വേദു,
ഈയാടോ കുട്ടികൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. നമുക്ക് അങ്ങോട്ടൊന്ന് മാറാം. നീ എന്താടാ ഇവിടെ? നീ എന്തുദ്ദേശത്തിലാണ് എൻ്റെ വീട്ടിലേക്ക് വന്നേക്കുന്നേ? നിന്നെ സ്വന്തമാക്കിയിട്ട് നീ എന്നോട് ചെയ്തതിനുള്ള പ്രതികാരം വീട്ടാൻ. ഇല്ല, അതൊരിക്കലും നടക്കില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെ തീരുമാനിക്കുന്ന ഞാൻ ആരോട് ജീവിക്കണമെന്ന്. ഞാനത് എന്തായാലും മുടക്കും. നീ എങ്ങനെ ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്നെ കൊണ്ട് വെറുതെ കടുങ്കൈ ജയിക്കരുത്. നിന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ എന്തെങ്കിലും സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കുക തന്നെ ചെയ്യും. അതിനെതിരെ നിൽക്കുന്നവരെല്ലാം അർത്ഥം മാറ്റുകയും ചെയ്യും. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങുക. നീ എന്തിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മ. നിനക്കെന്താ മോളെ, ആ ചെക്കനെ ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞു, നമുക്ക് വേറെ നോക്കാം. അത് പിന്നെ അമ്മ, നീ ഇത് മുടക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. എന്താ വേദു, നീ പറഞ്ഞോ? നിനക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ഹലോ രേവതി, ഞാൻ വിഷ്ണുവിൻ്റെ അമ്മയാ. ആ ചേച്ചി പറഞ്ഞോ. ഞാനിപ്പോൾ വിളിച്ചത് ഞങ്ങൾക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടമായി എന്ന് പറയാനാ. സോ ഞങ്ങൾ ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിഷ്ണുവിന് അടുത്ത മാസം UK പോകണം. പിന്നെ 2 വർഷം കഴിയാതെ അവൻ വരില്ല. സോ ഈ 1 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം നടത്താനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അയ്യോ, 1 മാസം കൊണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇത്ര പെട്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. എനിക്കെന്തായാലും അവരോടുകൂടി ഒന്ന് സംസാരിക്കണം. അവരോട് സംസാരിച്ചിട്ട് പതിയെ പറഞ്ഞാൽ മതി. ശരി. ആ മോനെ, നീ വന്നോ? എന്താ അമ്മ? ആ മോനെ, ഇന്ന് ആ വിഷ്ണുവിൻ്റെ അമ്മ വിളിച്ചായിരുന്നു. ഏത് വിഷ്ണു? മറ്റേ നമ്മുടെ വേദുവിനെ പെണ്ണ് കാണാൻ വന്ന ചെക്കനില്ലേ, അവൻ്റെ അമ്മയാ വിളിച്ചത്. അവർക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന്. അതൊരു നല്ല കാര്യമാണല്ലോ. പിന്നെ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. വിഷ്ണുവിന് അടുത്ത മാസം UK പോകണമെന്ന്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കല്യാണം നടത്തണമെന്നാണ് അവർ പറയണേ. 1 മാസം കൊണ്ടോ? അമ്മ ഇതെന്താ ഇത്ര പെട്ടെന്ന്? അവർ പറയുന്ന വിഷ്ണു അടുത്ത മാസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കഴിയാതെ വരില്ല എന്ന്. അതുകൊണ്ടാണ് വേഗം നടത്താം എന്ന് പറയുന്നത്. ശരി. അമ്മ ഈ കാര്യം വേദുവിനോട് പറഞ്ഞോ? ഇല്ലട പോലെ, ഞാൻ നിന്നോട് ആദ്യം പറയാമെന്ന് വിചാരിച്ചു. വേദു, ഇങ്ങോട്ട് വന്നേ നീ. എന്താ അമ്മ? മോളെ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന്. മാത്രമല്ല, അവർക്ക് 1 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്നാണ് പറയുന്നത്. നിന്റെ അഭിപ്രായം എന്താ? ഇതിന് ഞാൻ എന്താ പറയാനാ അമ്മേ? നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. വേദു, എന്താ ചേട്ടാ? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ വേദു? ഇല്ലല്ലോ. നീ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയോ? അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നേ. നിന്റെ പഴയ കളിയും ചിരിയൊന്നും കാണുന്നില്ല. ചേട്ടനത് വെറുതെ തോന്നുന്നതായിരിക്കും. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞേ നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ എന്നെ ചേട്ടാന്ന് വിളിക്കാത്ത പെങ്കൊച്ച ഇപ്പൊ എന്നെ ചേട്ടാന്നൊക്കെ വിളിക്കുന്നത്. എടാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചേട്ടാന്ന് വിളിച്ചില്ല എന്നും പറഞ്ഞ് കംപ്ലൈന്റ് പറയുകയും ചെയ്യും. ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാലോ നിനക്കെന്താ പറ്റിയെന്ന് ചോദിക്കുകയും ചെയ്യും. എന്നാലും എവിടേക്കോ എന്തൊക്കെയോ തകരാറുണ്ട്. നീ ഒന്ന് പോയേ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഓ ശരി മാഡം, ഞാൻ പോവാ. ചെല്ലേ, സ്ഥലം വിട്ടോ. ദൈവമേ, എനിക്ക് മാത്രം എന്തിങ്ങനെ. ദൈവമേ, ഇന്നത്തോടെ എൻ്റെ എല്ലാ സന്തോഷങ്ങളും അവസാനിക്കാൻ പോവാ. എനിക്ക് ദൈവത്തിനോട് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ. എന്നെ ഓർത്ത് എൻ്റെ ചേട്ടനോ അമ്മയോ ഒരിക്കലും കരയരുത്. അവരെപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. ഈ കല്യാണം മുടങ്ങുന്നത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരിക്കലും നടക്കില്ല. ഭഗവാനെ, പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരട്ടെ.